ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇപ്രാവശ്യവും ഞാനൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ സെയിം ഔട്ട്ലൈനേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തീം കഥകളിയാണ്. നിങ്ങൾക്ക് നല്ലൊരു കഥകളിയുടെ ഇമേജ് ഫോണിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിന് ശേഷം ഒന്നില്ലെങ്കിൽ ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി വരച്ചിട്ട് അതിൻ്റെ ഒരു സ്കെച്ച് റെഡിയാക്കി എടുക്കാം. നടുക്കിലത്തെ പോർഷനിലാണ് ഞാൻ കഥകളിയുടെ ഇമേജ് വരയ്ക്കുന്നത്. കുപ്പിയുടെ മോൾ ഭാഗത്ത് ഞാൻ മാസ്കിംഗ് ടേപ്പ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് 2 കോട്ട് ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. വൺസ് സ്കെച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഔട്ട്ലൈനേഴ്സ് വെച്ചിട്ട് ഡീറ്റെയിലിംഗ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാ കളേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സെല്ലാം ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. ഔട്ട്ലൈനേഴ്സ് കൂടാതെ ഞാൻ ഗ്ലാസ് പെയിൻറ്റിന് യൂസ് ചെയ്യുന്ന ഗ്ലാസ് ലൈനേഴ്സും കൂടെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗോൾഡൻ കളർ. അത് കിരീടത്തിൻ്റെ ഭാഗത്ത് ഗോൾഡൻ ഡീറ്റെയിലിംഗ് ഒക്കെയുള്ള ഭാഗത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മെറ്റാലിക് ഗോൾഡ് ഗ്ലാസ് ലൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. ഔട്ട്ലൈനേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം ഫേസിൻ്റെ ഭാഗത്ത് ഞാൻ കുറച്ച് ആക്രിലിക് പെയിൻറ്റ്സ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. മുഖത്തെ ആ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ലൈറ്റ് ലീഫ് ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മുകൾ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് താഴത്തെ ഭാഗത്ത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്.
പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ കുപ്പിയുടെ സൈഡിൽ ബോർഡർ പോലെ ഗോൾഡൻ പെയിൻറ്റ് കൊടുക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള പോലെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഴിഞ്ഞ വർഷം ഓണത്തിന് ഞാൻ ഓണം സദ്യ പെയിൻറ്റിങ്ങാണ് ചെയ്തിരുന്നത്. ആക്രിലിക്കിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു ആ പെയിൻറ്റിങ്ങിന് ഉണ്ടായിരുന്നത്. അതൊരു ട്യൂട്ടോറിയൽ അല്ലാഞ്ഞിട്ട് പോലും ഒരുപാട് പേര് അത് റീക്രിയേറ്റ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം ഹാപ്പിയായി അതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് പോയി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഥകളിയുടെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.